പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ. സെൻസസ് ഡ്യൂട്ടിക്ക് എത്തുന്ന എന്യൂമറേറ്റർക്ക് ആവശ്യമായ വിവരങ്ങൾ പേപ്പറിൽ എഴുതി വീടിന്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ച് ഗൃഹനാഥന്റെ മാതൃകാ പ്രവർത്തനം കൗതുകമായി. വല്ലപ്പുഴ ചെറുകോടാണ് സംഭവം. വല്ലപ്പുഴ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ചെറുകോടിലെ വീട്ടിൽ സെൻസസ് ഡ്യൂട്ടിക്കെത്തിയ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക കലയാണ് വീട്ടിൽ കണ്ട കൗതുക കാഴ്ചയെക്കുറിച്ച് സഹപ്രവർത്തകരോട് പറഞ്ഞത്. ആദ്യ തവണ വീട്ടിൽ നമ്പറിടാൻ ചെന്നപ്പോൾ വീട്ടിൽ ആരെയും കണ്ടില്ല. 2-ാം തവണ വന്നപ്പോഴും വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വീടിന്റെ വാതിലിൽ വെള്ളപ്പേപ്പറിൽ എഴുതിയ ഒരു കുറിപ്പ് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീടിനെയും വീട്ടിലെ ആളുകളെയും കുറിച്ച് തനിക്കറിയേണ്ട മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആ വെള്ളപ്പേപ്പറിൽ. ഒപ്പം ഗൃഹനാഥന്റെ പേരും ഫോൺ നമ്പറും സഹിതം. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥൻ ചെറുകോട് പുതുക്കുളങ്ങര കൃഷ്ണനാണ് താൻ പുറത്തു പോയാലും സെൻസസ് ഡ്യൂട്ടിക്ക് എത്തുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനായി വീടിനെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒപ്പം വീടിന്റെ മുറികളടങ്ങിയ രേഖാചിത്രവും വരച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കായി പുറത്തു പോകുന്ന വ്യക്തിയാണ് കൃഷ്ണൻ. ഭാര്യ മരിച്ചതാണ്. വീട്ടിൽ മറ്റാരുമില്ല. സെൻസസ് ഡ്യൂട്ടിക്ക് വരുന്നവർ വിവരശേഖരണത്തിനായി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയാണ് പേപ്പറിൽ എഴുതി വീടിന് പുറത്ത് ഒട്ടിച്ചു വെച്ചതെന്ന് കൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചപ്പോൾ ആദ്യം ടീച്ചർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഡോറിൽ എഴുതി ഒട്ടി. ഒക്കെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. സെൻസസ് സർക്കാരിന്റെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് തന്നെയാണ് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൃഷ്ണനെ നേരിൽ കാണുകയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. വിവരങ്ങൾ പേപ്പറിൽ എഴുതി വെച്ച കൃഷ്ണനെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുവാനും ശ്രീകല മറന്നില്ല. ഞാൻ സെൻസസിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്പർ ഇടാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ തവണ വന്നപ്പോൾ ഇവിടെ ആളുണ്ടായിരുന്നില്ല. പിന്നെ മെമ്പറിന്റെ അടുത്ത് നമ്പർ ചോദിച്ചിട്ടാണ് കൃഷ്ണൻ നല്ല പേര് കൃഷ്ണൻ ഇവര് മെമ്പറിന്റെ നമ്പർ ചോദിച്ച് എന്റെ നമ്പർ ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം, ഒരു ദിവസം 2 തവണ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ വരുമ്പോൾ ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാവണം അവര് ഇത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട സമയത്ത് എനിക്കതൊരു അത്ഭുതമായിട്ട് സന്തോഷമാണ് തോന്നിയത്. എന്താ വെച്ചാൽ പല വീടുകളും നമ്മൾ പോകുമ്പോൾ ആളില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും. അപ്പുറത്തെ വീട്ടിൽ പോയി ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവരെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാറ്. അപ്പോൾ അവർ ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഒരു നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ താങ്ക് യു എന്നുള്ളത് എഴുതി വെച്ചത്.